ഹായ് എവരിവൺ, അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടിയൊരു ഇൻസൈറ്റ് അതെല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ അത് ഇതിലൂടെ പറയാം. പക്ഷേ അത് പല രീതിയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് കഴിയും. ഞാനിങ്ങനെ സംസാരിച്ച് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അല്ലാതെ തന്നെ ഞാനത് എങ്ങനെയാണത് ചെയ്തതെന്നും അതിൽ എങ്ങനെ എനിക്ക് മനസ്സിലായെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് കഴിയും. പല രീതിയിൽ ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് ഈ വീഡിയോയിലൂടെ എത്തിക്കാനായിട്ട് കഴിയും. ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നത് അതെന്താണ് ആ ഒരു കാര്യം എന്നുള്ളതാണ്. അതായത് പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് എല്ലാ കമ്പനികൾക്കും റീചാർജ് പ്ലാനുകൾ, നമ്മളിപ്പോൾ നെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റീചാർജ് പ്ലാൻ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിം കാർഡ് ഉണ്ടെങ്കിൽ അത് റീചാർജ് ചെയ്തേ പറ്റും നമുക്ക്. അപ്പോൾ അത് ഇൻ്റർനെറ്റ് പ്ലാൻ ഉൾപ്പെടെ ആയിരിക്കും നമ്മളത് പാക്കായിട്ട് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റീചാർജ് ചെയ്യാനായിട്ട് ഒരാൾ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാൾക്ക് വേണ്ടി റീചാർജ് ചെയ്യാനായിട്ട് നോർമലി നമ്മൾ ഒരു QR കോഡ് യൂസ് ചെയ്യാനായിട്ട് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയത് ഗൂഗിൾ പേ ആണ്. അങ്ങനെ ഞാൻ ഗൂഗിൾ പേയിലൂടെ കയറിയിട്ട് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള ഒരു പ്ലാൻ ചൂസ് ചെയ്ത് ഞാൻ പ്രൊസീജിയർ ഇങ്ങനെ ഓരോന്ന് തീർത്തുകൊണ്ടിരിക്കും തോറും ഒരു എമൗണ്ട്, ഇപ്പോൾ ഒരു 399 അല്ലെങ്കിൽ 299 അല്ലെങ്കിൽ 589 അങ്ങനെ ഒരു അവസാനം ഒരു റൗണ്ടഡ് ഫിഗർ അല്ലാത്തൊരു എമൗണ്ട് ആയിരിക്കും മിക്കവാറും റീചാർജുകൾക്ക് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനത് പ്രൊസീജിയർ ചെയ്ത് അവസാനം എത്തിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്ന രീതിയിൽ ഒരു 90 പൈസ എക്സ്ട്രാ ഈടാക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാനത് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തന്നെ ആ ഒരു സിമ്മിൻ്റെ തന്നെ ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടും. ആ ആപ്ലിക്കേഷനിലൂടെ റീചാർജ് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായത് കൃത്യം എമൗണ്ട് തന്നെ ആ ഒരു ആപ്പിലൂടെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പേ ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ചിന്തിച്ച സമയത്ത് എനിക്ക് തോന്നിയത്, എല്ലാവരും അവരവരുടെ തന്നെ സർവീസ് പ്രൊവൈഡർ തന്നെ തന്നിട്ടുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോം ഫീ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇപ്പോൾ ഒരു പേഴ്സൺ, അതായത് 90 പൈസയല്ലേ പോകുന്നുള്ളൂ എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ അങ്ങനെ ചിന്തിച്ച് വെറുതെ വേണമെങ്കിൽ കളയാം. പക്ഷേ അതിന് പകരം നമ്മൾ ചിന്തിക്കാനുള്ളത് 90 പൈസ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് എന്നുള്ളൊരു കാര്യം. നമ്മളാണ് ആ 90 പൈസ കൊടുക്കുന്നത്, കുഴപ്പമില്ല പൊക്കോട്ടെ എന്ന് വിചാരിച്ച് കൊടുക്കുന്ന കാശാണ്. പക്ഷേ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ആ വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു, ഇങ്ങനൊരു കാര്യമുണ്ട്. ഞാൻ പിന്നെ കാണുന്ന ഓരോ വ്യക്തികളുടെയും ഈ കാര്യം പറയാൻ തുടങ്ങി. അതിന് പകരം ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. നിങ്ങൾക്ക് ഈ കാര്യം തീർച്ചയായിട്ടും അറിയാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അറിഞ്ഞുകൂടാത്ത ഒരുപാട് വ്യക്തികളുണ്ട്. സിമ്പിളായിട്ട് ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഗൂഗിൾ പേ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നതും പെട്ടെന്ന് QR വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ അതുപോലെ ആ ഒരു ലാഘവത്തോടു കൂടിയാണ് ഞാൻ റീചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് കയറിയത്. അപ്പോഴാണ് ഈ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഈ രീതിക്ക് ഞാൻ പറയാം. ഇനി അടുത്ത വീഡിയോ ഞാനിത് എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്നുള്ളൊരു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിലോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലോട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.